താങ്കളുടെ സഹകരണത്തിന് നന്ദി. പന്നിയാ ആറെന്റെ ഓക്കെ സാർ, ഇനി അടുത്ത ആളെ വിളിക്കാം. കുറുനരി അപ്പുറത്ത് ഇപ്പുറത്ത്. ഹലോ ഹലോ, വൈഷ്ണവല്ലേ? അതെ. ഞങ്ങൾ അൽത്തായിസിന്ന് വിളിക്കുകയാണ്. അതിന് ഞാൻ മന്തി ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ. അല്ല, അൽത്തായിസ് സ്റ്റഡി അബ്രോഡ്. എന്ന് വെച്ചാ സാർ, ഞങ്ങൾ നിങ്ങളെ വെളിയിലോട്ട് പഠിപ്പിക്കാൻ വിടും. അതിന് നീ ആരെന്റെ തന്തേ? അല്ല സാർ, ഞങ്ങൾ ഈ പുറത്ത് ജോലിക്കും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി കൊടുക്കും. ആ എന്നാ എഴുതിക്കോ. ആ. സദാശിവൻ 71. ഓ, ഫാഷൻ. സദാശിവൻ 70. അല്ല, ഇതാരാ സാർ? ഇതെന്റെ അച്ഛനാ. പുള്ളി ഇവിടെ റിട്ടയർമെന്റ് കഴിഞ്ഞ് ചൊറിയും കുത്തിയിരിക്കുന്നേ. ഒന്നുകൂടെ പണിക്ക് പോട്ടു. അല്ല, സാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഞാൻ ഈ പ്ലസ് പ്ലസ് ടു ജയിച്ചാണല്ലേ? അല്ല, ഈ 10ാം ക്ലാസ് 10ാം ക്ലാസ് ആണല്ലേ? 9 തോറ്റോണ്ട് ഒരു 10ലോട്ട് കയറ്റിയില്ല. ഓ അല്ല, എന്നിതാണ് കുറെ പേര് വിളിക്കാറുള്ളത്. നിങ്ങൾക്ക് വല്ല സ്പെഷ്യാലിറ്റി വല്ലതും ഉണ്ടോ? സാർ, ഞങ്ങൾ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിട്ട് ജർമ്മനിയിൽ വിടും. ചുമ്മാ. സത്യം സാർ. ഇതാണെങ്കിൽ വേറെ എവിടെ പോകാൻ പറ്റും? നമുക്ക് ന്യൂസിലൻഡ്, അയർലൻഡ്, പോളണ്ട്, തായ്ലൻഡിൽ പോവോ? പറ്റും സാർ. മസാജ് ഉണ്ടോ? അയ്യോ സാർ, മസാജ് ഇല്ല. എന്നെ തോന്നിയാ തായ്ലൻഡിൽ പോകാൻ. സാർ, ഇതിന്റെ മൊത്തം ചെലവ് വരുമ്പോ ഒരു 10 ലക്ഷം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 2000 രൂപ. സാർ, 2000 രൂപയ്ക്ക് വീഗാലാൻഡ് ടൂർ പോവാം സാർ. കുഴപ്പമില്ല സാർ. വീടിന് ആധാരമുണ്ടോ? ഉണ്ടല്ലോ. എന്നാ നമുക്കത് പണയം വെക്കാം. അത് ഓൾറെഡി പണയത്തിലാണല്ലോ. സാർ, അവിടെ ഗതിയുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു അനിയത്തി ഉണ്ട്. പുള്ളിക്കാരത്തി എങ്ങനെയാ സഹകരിക്കൂ? താങ്കളുടെ സഹകരണത്തിന് നന്ദി. അടുത്ത ആളെ വിളിക്കാം. ഹലോ സാർ,